അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെടണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിലോ ചോദിക്കോ, ക്യാമറ ആരെങ്കിലും ഓൺ ആണോ, ഇവിടെ ആരെങ്കിലും വ്ളോഗ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? വീട്ടിൽ അടി ഉണ്ടാവാറില്ല. മനസ്സിലായില്ലേ? ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് ക്യാമറ ഓണെന്ന് നമുക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാണോ? അതെ, ആണോ? പിന്നല്ലാതെ. കാരണം ആരുടെയെങ്കിലും ഒരെണ്ണം ഓണായിരിക്കും. അടുക്കള ചെന്ന് കഴിഞ്ഞാൽ ഓസ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പാലക്ക മാലയാണ്, മറ്റേ മാലയാണ് സൈഡിൽ, അവിടെ ഇപ്പുറത്താണ് ഓമി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ വെച്ചിട്ട് ഹൻസിക എന്തോ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അതൊരു ജീവിതത്തിന്റെ ഭാഗമായിപ്പോയി. ഭക്ഷണമൊന്നും സമയത്താരും ഇപ്പൊ കഴിക്കാറില്ല, ബ്ലോഗ് എടുപ്പാ. ചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂവിൽ ഇപ്പം ദൂരദർശനിൽ വന്നതും ദൂരദർശനിൽ നിന്ന് വന്ന് അത് കഴിഞ്ഞ് കരിയർ ബിൽഡ് ചെയ്ത് അത് ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ദൂരദർശൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ അല്ലേ? അവിടുന്ന് എന്താ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താ അവിടുന്ന്? എപ്പോഴും നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു നമ്മുടെ ദേഹത്തും ആ ഒരു ഡിസിപ്ലിൻ കാണും ഡെഫിനറ്റ്ലി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ആവർത്തന വിരസത അവരന്ന് പറഞ്ഞു തരുന്നതാണ് ഒരു അഭിമുഖം നടത്തുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു അഭിമുഖം എടുക്കുന്നു, എന്നിട്ട് ഞാനൊരു ചെറിയ അതിനകത്തൊന്ന് സാധനം തോണ്ടിയെടുത്തിട്ട് ഒരു ക്യാപ്ഷൻ അങ്ങോട്ട് കൊടുക്കും. നിങ്ങളിത് കണ്ട് ഞെട്ടിപ്പോവും, എന്താ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ലോങ് റൺ എന്നൊരു കാര്യമുണ്ട്. ഇപ്പം തന്നെ മേഖലയിൽ നിൽക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകർ അവരുമായി നോക്കുക. അവരെല്ലാവരും വളരെ സത്യസന്ധമായിട്ടും അവർ കൊടുത്ത അഭിമുഖത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി ആ നേതാവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നേതാവ് ആരും ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്ക് ഒരു റെപ്യൂട്ടേഷനും ഗുഡ് വില്ലും വരും. ആ പുള്ളിക്കാരനും പുള്ളിക്കാരിക്ക് ധൈര്യമായിട്ട് നമുക്ക് അഭിമുഖം കൊടുക്കാം, ആ അഭിമുഖം നമുക്കും ഗുണകരമാവും. എപ്പോഴും ലോങ് റൺ കണ്ടു പോകാൻ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നും ഷോർട്ട് റൺ കാര്യങ്ങൾ നോക്കരുത്. കാരണം ദൂരദർശനിലൊക്കെ വന്ന് ഒറ്റ ചാനലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോണം, അതിനകത്ത് ഒരു ദിവസം തല വന്നാൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കും. ആ കാലത്താണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അന്ന് അതുപോലെ തന്നെ ഈ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും അധികം കൊണ്ടിട്ടില്ല. കാരണം സമൂഹത്തിൽ അത് അനാവശ്യമായൊരു ടെൻഷൻ ഉണ്ടാക്കും. നമ്മൾ വാർത്ത അറിയിക്കുന്നതിനൊരു പേസ് ഉണ്ട്. പണ്ടൊക്കെ ഒരു മരണവും മറ്റതൊക്കെ നടന്നു കഴിഞ്ഞാൽ ദൂരദർശൻ പതുക്കെ ഒന്ന് ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് ഒരു സിത്താറോ വയലിനോ എന്തെങ്കിലും മ്യൂസിക് ഇടും. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തോ സുഖകരമല്ലാത്തൊരു കാര്യം സംഭവിച്ചു. ഒരു 8-9 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ പത്രത്തിൽ വരും, ഇന്ന ആൾക്ക് ഇന്നത് സംഭവിച്ചു. അപ്പോൾ ഒരു ഞെട്ടൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ 2 ആഴ്ച നമ്മൾ ടി വി ഓഫ് ചെയ്ത് സോഷ്യൽ മീഡിയ ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ നമുക്ക് തോന്നും, ഓ ഭൂമി ഇത്ര ശാന്തമാണല്ലേ, ഭൂമിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് തോന്നും. അതേസമയം നമ്മളിത് കണ്ടുകൊണ്ടിരുന്നാൽ അവിടെ ബോംബ് പൊട്ടി, ഇവിടെ തീവ്രവാദ പ്രശ്നം, മറ്റിടത്ത് ഇന്നൊരു സംഭവം, ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭൂമി മുഴുവൻ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത്ര നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അറിയുന്നുണ്ടോ ഭൂമിയിലെ സംഭവങ്ങൾ? നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ചിരിച്ചു. ആ ഫോൺ നോക്കുന്നില്ല. എന്നാൽ ഫോൺ ആവശ്യമാണ്, വളരെ ആവശ്യമുള്ള സാധനമാണ്. സോഷ്യൽ മീഡിയ വളരെ വളരെ നമുക്ക് ഉപകാരം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ നമുക്ക് ഒരു ഫോട്ടോയും ഒരു ലെറ്ററും ഒരു ഡൽഹിയിൽ ഒരാൾക്ക് അയക്കണം, നമ്മൾ അതിൻ്റെ കോപ്പി എടുക്കണം, ഫോട്ടോ എടുത്ത് അതിൻ്റെ കോപ്പി കിട്ടണം, എന്തൊക്കെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത ക്ലിക്കിൽ സാധനം ഡൽഹിയിലെത്തും. അതുകൊണ്ട് ദൈവമായിട്ട് നമുക്ക് തന്ന ഒരു വലിയൊരു അനുഗ്രഹവും വരദാനമൊക്കെയാണ് ഈ മൊബൈൽ ഫോണും ഈ ഗാഡ്ജറ്റ്സും ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോംസൊക്കെ. പക്ഷേ അതിൻ്റെ ഓവർ യൂസും മിസ്യൂസും കാരണമാണ് നമുക്ക് കുറേ അപകടങ്ങൾ വരുന്നത്. അതുകൊണ്ട് പണ്ട് ദൂരദർശൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തിന് അത് പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് അതുപോലെ പറ്റില്ല. ഇന്ന് നമ്മൾ കാലത്തിനൊപ്പം നീങ്ങണം. പക്ഷേ ഒരു ഡിസിപ്ലിൻ ഒരു സാധനം എല്ലാത്തിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം, 1 ദൂരദർശൻ, അന്ന് അവിടെ നിന്നിട്ട് ട്രെയിനിങ്. 2 അതിന് മുമ്പ് എത്രയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത്. 3 NCC ഒരു ഭാഗമായിരുന്നു കുറേ കാലം. ഇതെല്ലാം കൂടി വരുമ്പോൾ ബേസിക് ഡിസിപ്ലിൻ എൻ്റെ ശരീരത്തിലുണ്ട്. കുറേയൊക്കെ ഞാൻ മക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചോദ്യം ദൂരദർശനെ പറ്റി ആയിരുന്നെങ്കിൽ പോലും അത് വലിയ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ത് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ദൂരദർശനിൽ നിന്നാണ്. ആ ദൂരദർശനിൽ എന്നെ കയറ്റിവിട്ട 2 പേരുണ്ട്, എന്നെ വളർത്തിയ 2 പേരുണ്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ശ്രീമതി രാഗിണി. ഞാൻ അവരെ അങ്കിൾ ആൻറ്റി എന്ന് വിളിക്കും. കൺകണ്ട ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ്. അപ്പോൾ സിനിമകളിൽ നമ്മളിപ്പം വളരെ കുറച്ചായിട്ടല്ലേ സിനിമകളിൽ കാണാറുള്ളൂ. അത് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വന്നതുകൊണ്ട് സിനിമ ഒഴിവാക്കിയതാണോ? അങ്ങനെയില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഓരോ പ്രായത്തിൽ ഓരോ താല്പര്യങ്ങളുടെ വിഷയം വരും. കാരണം നമുക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് 1.5-2 മണിക്കൂർ ചിലവാക്കാൻ മനസ്സ് വരുന്നില്ല. മാത്രമല്ല എൻ്റെ മക്കളുടെ സിനിമ പോലും ലാസ്റ്റ് ഇറങ്ങി 2-3 കണ്ടിട്ടില്ല. അങ്ങനെ മെയിൻ റോഡ് ചെയ്തതല്ല. അഹാന
ഫഹദ് ഫാസിലിൻ്റെ പടത്തിലൊരു ക്യാമിയോ റോൾ പോലെ ചെയ്തു. പാച്ചു അത്ഭുതങ്ങളൊക്കെ ഏതാ പാച്ചു അത്ഭുതം, അതുപോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം രാവിലെ ഇവിടെ വന്നാൽ രാത്രി വരെ ഇവിടെ ഇരിക്കും. രാഷ്ട്രീയത്തിലൊക്കെ 24 hours നമ്മൾ വർക്ക് ചെയ്യണം. കാരണം ഞാനൊക്കെ വന്നിട്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ. ഇവിടെ 40 കൊല്ലം വർക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനവും പേരും ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. അതിലൊന്നാണ് സിനിമ. പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇനി അടുത്ത ഭരണം ഇടതുപക്ഷ സർക്കാർ തന്നെ വരുമോ, അത് ഭരണം മാറി വരണം എന്നാണോ ആഗ്രഹം? എപ്പോഴും മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, മാറിക്കൊണ്ടേയിരിക്കും. കാരണം മാറ്റം വരുമ്പോഴാണ് എപ്പോഴും രാജ്യത്തിനും നന്മ വരുന്നത്. എന്ന് വെച്ച് ഇവർ മാറി അവർ വരണമെന്നൊന്നും ആഗ്രഹിക്കില്ല. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ പാർട്ടി ജയിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ മാറ്റത്തിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നമ്മൾ അത് പാർട്ടി മാറി അവസാനത്തെ 2 ആഴ്ച ആണെല്ലാം തീരുമാനിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സിന് എണ്ണം കുറവായിരുന്നു. ഇന്ന് തീരുമാനമെടുക്കാത്ത മനസ്സുള്ളവർ ഏകദേശം 40% ആൾക്കാരാണ്. ആ 40 ഇൻഫ്ലുവൻസ് ചെയ്യാൻ ലാസ്റ്റ് 2 ആഴ്ച മതി. അത് മാറുന്നതനുസരിച്ച് സ്വിങ് മാറും. ഏത് പാർട്ടി വേണോ ഇവർ ഭരണത്തിൽ തുടരാം, അല്ലെങ്കിൽ വേറൊരു പാർട്ടി വരാം, എന്തും സംഭവിക്കാം. അത് ലാസ്റ്റ് 2 weeks ഇസ് വെരി ക്രൂഷ്യൽ. കേരളത്തിൽ ബിസിനസ്സിന് സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് തോന്നുന്നുണ്ടോ? കേരളത്തിൽ എല്ലാത്തിനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിനെ അറിയപ്പെടുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് നമ്മൾ വാങ്ങൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രൊഡക്ഷനും വിൽക്കലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. അതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ പുറകോട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്തോ ചോദിക്കാൻ വന്നു. അതായത് നമുക്ക് നമ്മുടെ ട്രേഡ് യൂണിയൻ സിസ്റ്റം അങ്ങനെയായിപ്പോയി. എല്ലാത്തിനെയും തടസ്സപ്പെടുത്തുന്നു. ഇതൊരു രാഷ്ട്രീയപരമായ മറുപടി ഒന്നുമല്ല, നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഇവിടെ വ്യവസായങ്ങൾ പൂട്ടിപ്പോകുന്നു. കാരണം ട്രേഡ് യൂണിയൻ അവരുടെ അവകാശങ്ങൾക്ക് അവർ കൂടുതൽ ബലം പിടിച്ചു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കാലാകാലങ്ങളെ ചെറുപ്രായം തൊട്ട് നമ്മൾ കേൾക്കുന്ന എല്ലാ വ്യവസായവൽക്കരണത്തിനും എതിരായിരുന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു, എല്ലാത്തിനും എതിർക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് അടുത്ത് കിടക്കുന്നത് നമുക്കിവിടെ നാഗർകോവിലാണ്, പാലക്കാട് അപ്പുറത്തെ കോയമ്പത്തൂരാണ്. അവിടെ എല്ലാം ഇൻഡസ്ട്രികളുണ്ട്, അവിടെ എല്ലാം തൊഴിലവസരങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല അന്തരീക്ഷമാണ് ആക്ച്വലി എടുത്താൽ അറിയാമോ. കാരണം ഈ കേരളത്തിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ടൂറിസത്തിന് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് വെച്ചാൽ ഒരറ്റം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ ഘാട്ട്സാണ് കേരളത്തിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മനോഹരമായ നദികൾ, ആറ്, ലേക്ക് എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ കടപ്പുറം, 600 കിലോമീറ്റർ കടപ്പുറം. ഇതിനെ മാത്രം നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി എവിടെയോ നിൽക്കും. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി അത് ഇതെന്നൊക്കെ പറയുന്നു. ഒരു തരത്തിലുള്ള ഇത് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ നല്ലൊരു പദ്ധതി ഒന്നുമില്ല.